നമുക്കൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു നുള്ളു ഉലുവാപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു നുള്ളു കായപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇതെല്ലാം നല്ലതുപോലെ ഒന്ന് പുരട്ടി യോജിപ്പിക്കണം. നല്ലതുപോലെ മിക്സാക്കി എടുക്കണം. ഇപ്പോൾ നമ്മളെ കായവും ഉലുവയും എല്ലാം ഒന്നുപോലെ മസാലയിൽ പിടിച്ച് കിട്ടണം. എല്ലായിടത്തും ഒരുപോലെ ആവണമെങ്കിൽ നമ്മൾ ഈ അരപ്പ് ആദ്യമേ നല്ലതുപോലെ മിക്സ് ചെയ്യണം. ഇനി ഇത് നമുക്ക് ഇങ്ങനെ ഇതിൻ്റെ പുറത്തോട്ട് വാരി വിതറാം. എന്നിട്ടിത് നല്ലതുപോലെ പുരട്ടി യോജിപ്പിക്കാം. അരപ്പ് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കുഴയ്ക്കണമെന്നൊന്നുമില്ല. ഇതുപോലെ എല്ലായിടവും അരപ്പ് പുരണ്ടിരിക്കത്തക്ക രീതിയിൽ എല്ലാം മിക്സാക്കി എടുക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി ഈ ഇറച്ചിയുടെ വെള്ളവും ഉപ്പിൻ്റെ അലിഞ്ഞി എല്ലാം കൂടെ നല്ല മിക്സായിരിക്കും. ഇത് അരമണിക്കൂർ മാറ്റി വയ്ക്കണം റെസ്റ്റ് ചെയ്യാനായിട്ട്. ഈ അരമണിക്കൂറെന്ന് പറയുന്നത് അതിലൊട്ടും കുറയാൻ പാടില്ല. ഇപ്പോൾ നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം നിങ്ങൾക്ക് കാണാൻ നല്ല നനഞ്ഞു കുതിർന്നിരിക്കുന്നത്. പാൻ അടുപ്പത്തേക്ക് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇവിടെ വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത്. ഒരു ഫ്രൈ ചെയ്യാൻ ആവശ്യമായ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോ കഷ്ണവും അനക്കാതെ എടുത്ത് ആ അരപ്പ് പറ്റിയിരിക്കുന്ന അതുപോലെ എടുത്ത് പാനിലേക്ക് അടുക്കി കൊടുക്കാം. എല്ലാം അടുക്കിയിട്ടുണ്ട്. ഞാൻ ഒരു മീഡിയം ഫ്ലെയിമിലാണ് ഇത് വെച്ചിരിക്കുന്നത്. ഹൈ ഫ്ലെയിമിലും അല്ല, ലോ ഫ്ലെയിമിലും അല്ലാതെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് അടച്ച് വേവിക്കാം. ചെറുതായിട്ട് മുരിഞ്ഞ് പൊട്ടിത്തുടങ്ങുമ്പോഴത്തേക്ക് ഈ അടപ്പിങ്ങോട്ട് മാറ്റിയിട്ട് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഫ്രൈ എല്ലാം വെന്ത് മുരിഞ്ഞ് അരപ്പെല്ലാം അതിൽ തന്നെ പിടിച്ച് ഒന്നും ഈ എണ്ണയിലോട്ട് പൊഴിഞ്ഞു പോയിട്ടില്ല. കണ്ടാ ഇങ്ങനെ കിട്ടും. ഇതിനി പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമ്മൾ ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയാൽ എത്ര കഴിച്ചാലും മടുക്കില്ല. കഴിച്ചുകൊണ്ടേയിരിക്കും. ഇതിപ്പോൾ ചൂടായതുകൊണ്ട് എനിക്ക് അടക്കാൻ പറ്റുന്നില്ല. നല്ലതുപോലെ വെന്ത് മുരിഞ്ഞ് അരപ്പെല്ലാം അതിൽ തന്നെ പിടിച്ചിരിപ്പുണ്ട്. അപ്പോഴെല്ലാവർക്കും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കാം. അപ്പോൾ ആ ചാനലൊന്ന് സബ്ബാക്കി ലൈക്ക് ആക്കണം.